ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശൻ വിക്രത്തിനെ കാണാൻ ചെന്നിരിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അച്ഛനാണെന്ന് പറയാൻ വരെ എനിക്ക് നാണക്കേടാണ്. എനിക്കിങ്ങനെ ഒരു അച്ഛനെ വേണ്ട. നിങ്ങൾ എന്നെ കാണാൻ വന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ ആ പെൺമക്കളെ ഇല്ലാതാക്കിയിരുന്നെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം തോന്നിയേനെ. എന്തായാലും ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ ആ കാർത്തികയെയും കല്യാണിയെയും അവരെ ഞാൻ ഇല്ലാതാക്കും. അവരെ അപകടപ്പെടുത്തി തന്നെ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും. എൻ്റെ കഴുത്തിൽ കൊലക്കയറ് വീഴുന്നത് വരെ ഞാൻ ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും. കുറച്ച് നാൾ പുറത്തും അധിക നാൾ ജയിലിൽ, ഇനി അങ്ങനെയായിരിക്കും എൻ്റെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നത് കേൾക്കുമ്പോൾ പ്രകാശൻ പൊട്ടിക്കറിയാണ്. നിങ്ങളുടെ കണ്ണീരൊന്നും എനിക്ക് കാണണ്ട എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രകാശൻ അവിടെ നിന്നും പോരുകയാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ വന്നിരുന്നിട്ട് പ്രകാശൻ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. വിക്രം പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ പണ്ട് താൻ കാർത്തികയോട് ചെയ്ത ഓരോ ക്രൂരതയും തൻ്റെ മുന്നിൽ വന്ന് കല്യാണിയോട് ചെയ്ത, കല്യാണി തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കല്യാണിയോട് എങ്ങനെയാണ് പെരുമാറിയതും ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ പ്രകാശൻ കുറ്റബോധത്താൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ ആ അമ്പലക്കുളത്തിൽ പോയി ഒന്ന് നന്നായി മുങ്ങിക്കുളിക്കുകയും എൻ്റെ പാപങ്ങൾ പുറത്തു തരണം ദേവി, അതുപോലെ തന്നെ എൻ്റെ പെൺമക്കളെ എനിക്ക് സ്നേഹിക്കണം, എന്നെ സ്നേഹിച്ചു തുടങ്ങണം, അവരെന്നോട് എല്ലാ തെറ്റ് ചെയ്തതിനെല്ലാം എന്നോട് പൊറുക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പലത്തിൽ നന്നായി മനസ്സറിഞ്ഞ് തൊഴുകയാണ്. അങ്ങനെ പൂജാരി വന്ന് പ്രസാദം കൊടുക്കാൻ നിൽക്കുമ്പോൾ പൂജാരി പറയുന്നുണ്ട്, അതെ പ്രകാശ, നീ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. നിന്റെ ബന്ധുക്കളൊക്കെ ഇവിടെ വരുന്നത് നിനക്കറിയാം. അപ്പം അവരോട് നീ മാറിയെന്ന്, നീ ഇങ്ങനെയൊക്കെ ഇപ്പം പെരുമാറുന്നുണ്ട് എന്ന് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അതിനല്ലേ നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല തിരുമേനി. അപ്പോൾ തിരുമേനി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും അകത്തിരിക്കുന്ന ദേവി അത് നിന്റെ മനസ്സ് ശരിക്കും അറിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. നിന്റെ ഈ ഒരു ആത്മാർത്ഥതയാണെങ്കിൽ നിനക്ക് അതിനുള്ള ഗുണം കിട്ടും എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ പ്രകാശൻ അവിടെ നിന്നും പോരുന്നുണ്ട്. അതിനുശേഷം പോകുന്നത് തൻ്റെ അമ്മയ്ക്കരികിലേക്കാണ്. അപ്പം അമ്മ, ഭാനുമതി അമ്മ ചോദിക്കുന്നത്, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? നിന്നെ ആരാണ് ഇങ്ങോട്ട് കടത്തി വിട്ടതെന്ന് ചോദിക്കുമ്പോൾ, എന്നെ ആരും കടത്തി വിട്ടതല്ല അമ്മ, ഞാൻ ആരും കാണാതെ വന്നതാണ്. അമ്മയുടെ എന്തിനാ നീ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അമ്മയുടെ കാലിൽ വീണ് എനിക്കൊന്ന് പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ, എന്നിട്ട് അങ്ങനെ കാലിൽ അങ്ങനെ മുഴുവനായിട്ടും കുമ്പിടാൻ നമ്മുടെ പ്രകാശിനെ പറ്റില്ല, കാലുകൊണ്ട് വയ്യാത്തതാണല്ലോ. അപ്പം ഇങ്ങനെ പകുതി വരെയും കുമ്പിട്ടിട്ട് ആ കയ്യിൽ പിടിച്ചിങ്ങനെ മാപ്പ് പറയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുന്നുണ്ട്. മാറി നിൽക്കടാ അവിടുന്ന്. അവൻ്റെ ഒരു അഭിനയം, കണ്ണീര്. എടാ പ്രകാശ, ഞാനും നിൻ്റെ കൂടെ കുറേ നാൾ കൂടിയത് കൊണ്ട് നിൻ്റെ എല്ലാ ചലനങ്ങളും എനിക്കറിയാം. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിൻ്റെ എല്ലാ നാടകങ്ങളും എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനും അതുപോലെയൊക്കെ തന്നെയല്ലേ ആയിരുന്നത്. അതുകൊണ്ട് നിൻ്റെ ഒരു അടവ് എൻ്റെ അടുത്ത് നടക്കില്ല. ഇവിടെ ഒരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. എന്താ അമ്മയുടെ ബർത്ത്ഡേ വല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ബർത്ത്ഡേ ഒന്നുമല്ല, അതെനിക്ക് ഓർമ്മ പോലുമില്ല. നിൻ്റെ കാല് തല്ലി ഒടിച്ചില്ലേ, അതിന് ഇവിടുത്തെ അമ്മമാരും അച്ഛന്മാരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിൻ്റെ മറ്റേ കാല് കൂടി തല്ലി ാണ് അവരെന്നോട് ആവശ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ പ്രകാശന് ആകെ വിഷമാവുന്നുണ്ട്. അപ്പൊ പ്രകാശൻ പറയുന്നു, അടിച്ചോ അമ്മ, തല്ലി ഒടിച്ചോ, ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള എനിക്ക് ശിക്ഷ കിട്ടണം, അതുകൊണ്ട് അമ്മ ആ കാലും കൂടി തല്ലി ഒടിച്ചു, ഇറങ്ങിപ്പോടാ എൻ്റെ റൂമിൽ നിന്ന് പറഞ്ഞിട്ട് പ്രകാശനെ ആട്ടി പുറത്താക്കുകയാണ്. അങ്ങനെ ഭാനുമതി അമ്മ പറയുന്നുണ്ട്, എന്നോടല്ലടാ നീ മാപ്പ് പറയേണ്ടത്, നിന്റെ 2 പെൺമക്കളുണ്ട്, അവരോടാടാ മാപ്പ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ആട്ടി ഇറക്കുകയാണ്. പ്രകാശ് അങ്ങനെ ചെന്ന് വീഴാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്നും വടിയും കുത്തിപ്പിടിച്ച് പതുക്കെ പോവുകയാണ്. എന്തായാലും നമ്മുടെ ഭാനുമതി അമ്മയ്ക്ക് ആ ഒരു കാഴ്ച കണ്ട് കണ്ണീര് ഉള്ളൊന്ന് പിടയ്ക്കുന്നുണ്ട്. അതിനുശേഷം പ്രകാശം പോകുന്നത് നമ്മുടെ ബാലണ്ണൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ്. ബാലൻ അങ്ങനെ പതുക്കെ പിടിച്ച്, ആ പ്രകാശനോ വായോ എന്ന് പറഞ്ഞ് പതുക്കെ പിടിച്ച് അങ്ങനെ കയറ്റുന്നുണ്ട്. അതിനുശേഷം, എടാ നിനക്ക് ഈ വർക്ക്ഷോപ്പ് വേണോ എന്ന് ചോദിക്കുകയാണ് ബാലൻ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് അണ്ണൻ ഇത് വിൽക്കാൻ പോവാണ്? അതെ, ഞാൻ വിൽക്കാൻ പോവാണ്. എനിക്ക് നല്ലൊരു ജോലി കിട്ടി. എവിടെയാണ്? എനിക്ക് നല്ലൊരു ഡ്രൈവറായിട്ട് ജോലി കിട്ടി. നിന്റെ കാർത്തിക മോളുണ്ടല്ലോ, ആ മോളുടെ ഡ്രൈവറായിട്ടാണ്. 10-30,000 റുപ്യ ശമ്പളം ഉണ്ട്. അപ്പോൾ 1-ാം തീയതി തുടങ്ങി കയറണം. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അണ്ണാ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, എൻ്റെ പെൺമക്കളോട് എനിക്ക് മാപ്പ് പറയാൻ ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തരണം, അവരെ എനിക്കൊന്ന് എൻ്റെ മുന്നിൽ എത്തിച്ചു തരണമെന്ന് പറയുമ്പോൾ, ഇല്ല ഒരിക്കലുമില്ല എന്ന് ബാലൻ പറയുന്നത്. നിന്നെ എങ്ങനെ വിശ്വസിക്കാനാണ്? നിന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. പിന്നെ നിന്റെ അടവുകളൊന്നും എൻ്റെ അരികിൽ നടക്കില്ല. നീ കാട്ടിക്കൂട്ടുന്നതൊക്കെ അവരെ അപകടപ്പെടുത്താൻ വേണ്ടി തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലനും പ്രകാശിനും അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. ഇനി നീ പൊക്കോ എന്ന്, നീ ഇനി എനിക്ക് ശമ്പളം കിട്ടിയാൽ പോലെ എൻ്റെ അരികിലേക്ക് കൈ നീട്ടാൻ പോലെ എൻ്റെ അരികിലേക്ക് വരരുത്, അങ്ങനെ തന്നു പോകരുതെന്നാണ് കല്യാണി മോളും കാർത്തിക മോളും കിരൺ സാറൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇറങ്ങിപ്പോടാ എന്ന്
പറഞ്ഞു. പിന്നെ വീണ്ടും അവിടെ നിന്നും നമ്മുടെ പ്രകാശിനെ ബാലൻ ഇറക്കി വിടുകയാണ്. ആരരികിലെ ചെന്നിട്ടും പ്രകാശിന്റെ കണ്ണീരൊക്കെ കള്ളത്തരമാണ്, അഭിനയമാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ പ്രകാശൻ അവിടെ നിന്നും വടിയും കുത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്